റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് പല ആളുകളും എന്നെ സമീപിക്കാറുണ്ട്. പ്രധാനമായിട്ടും അങ്ങനെ വരുന്നൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, പഴയതുപോലെ അവൾക്കല്ലെങ്കിൽ അവന് എന്നോട് സ്നേഹമില്ല, അതെന്തായിരിക്കും? പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ്. പണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു, ഇപ്പം ഇങ്ങനെയൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അത് മെയിൻ ആസ്പെക്റ്റ് ഞാൻ പറയുന്നത് പലർക്കും അതങ്ങോട്ട് ദഹിക്കത്തില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ബേസിക്കലി നമ്മളെല്ലാം ആനിമൽസാണ്. നമ്മൾ ഈ പറയുന്ന റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ പ്രണയം, ഇതെല്ലാം നമ്മുടെ ഹോർമോൺസിൻ്റെ ഓരോ കളികളാണ്. ആൻഡ് വൺ മോർ തിങ് ഉണ്ട്, ഈ ഹോർമോൺസ് ചില പോയിന്റുകളിൽ പ്രവർത്തനം കുറഞ്ഞുകൊണ്ടിരിക്കും. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു ഓപ്പോസിറ്റ് ജെൻഡറുള്ള, ഞാൻ സ്ട്രൈറ്റ് ആയിട്ടുള്ള എൻ്റെ മനുഷ്യരുടെ കാര്യം പറയുന്നത്, അല്ലാത്ത കാര്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട്, അതൊക്കെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ആ സ്ട്രൈറ്റ് ആയിട്ടുള്ള ഒരു ലേഡി അല്ലെങ്കിൽ ഒരു മാൻ, അവർ തമ്മിൽ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നു, സംസാരിക്കുന്നു, അവർക്ക് ഒരുപാട് പ്ലഷർ ഫീൽ ചെയ്യും, ഒരുപാട് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ പ്ലഷർ, ഭയങ്കരമായ പ്ലഷർ ഫീൽ ചെയ്യും. കാരണം എന്താണ്? ഡോപ്പമിൻ എന്ന് പറയുന്ന ആ കെമിക്കലിൻ്റെ റൈസ്. അടുത്ത പ്രാവശ്യം മീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഡോപ്പമിൻ റൈസ് ആവും, വീണ്ടും ഡോപ്പമിൻ റൈസ് ആവും. അങ്ങനെ ഡോപ്പമിൻ റൈസായി ഫസ്റ്റ് സെക്സ്വൽ ഇൻ്റർകോഴ്സ് വരെ ഈ റൈസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനുശേഷം പിന്നെ ഫോളാണ്, പിന്നെ പതുക്കെ ഫോളായി വരും. അപ്പോൾ തീർച്ചയായിട്ടും ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു ഡിസയർ, അല്ലെങ്കിൽ ആദ്യം ഉണ്ടായിരുന്ന ആ ഒരു അത്രത്തോളം ശക്തിയുള്ള ആ ഒരു ഹൃദയ ഇടിപ്പ് നിൽക്കുന്നതും അങ്ങനെയുള്ള ആ ഒരു വികാരങ്ങളൊന്നും പതുക്കെ ഇല്ലാതായി പോകും. അതിപ്പോൾ റിലേഷൻഷിപ്പ് ആണെങ്കിലും മാരേജ് ആണെങ്കിലും എല്ലാം ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. ഏകദേശം 1 വർഷം 1.5 വർഷമൊക്കെ ആകുമ്പോഴേക്ക് എല്ലാ കെമിക്കൽസും സ്റ്റേബിൾ ആവും. അതിനുശേഷം പിന്നെ 2 ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് ഈ പറയുന്ന പഴയതുപോലെയുള്ള പലതും ഫീൽ ചെയ്യുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നത്. ഇനി വേറൊരു ആസ്പെക്ട് നമുക്ക് നോക്കാം, ഗെറ്റിംഗ് സംതിങ് ഫ്രം ദ അതർ വൺ. നമ്മൾ മിക്ക ആളുകളും പ്രണയിക്കുന്ന അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത് നമുക്ക് ഒരു കംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാനോ, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു സ്നേഹവും കരുതലും എല്ലാം കിട്ടാനോ, ഇപ്പം പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു കെയറിങ്ങും എല്ലാം ഭർത്താവിൻ്റെ നിന്ന് കിട്ടാനോ, ആൺകുട്ടികളാണെങ്കിൽ ആ ഒരു മദർലി ലവും സ്നേഹവും എല്ലാം പെൺകുട്ടിയിൽ നിന്ന് കിട്ടാനോ എല്ലാമാണ് അവർ മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ പ്രണയത്തിൽ വരുന്നത്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ആ റിലേഷൻഷിപ്പിന് മുന്നേ എന്തായിരുന്നു അവർ, അതിൽ സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു അവർ. സോ ദേ ആർ കമ്മിങ് ടു റിലേഷൻഷിപ്പ് ടു ഗെറ്റ് സംതിങ് എൽസ്, ടു ഫീൽ സാറ്റിസ്ഫൈഡ്, ടു ഫീൽ ഗുഡ്, ടു ബി ഓക്കെ. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ ഒരു കാര്യം മനസ്സിലാവും, ഇവിടെ ഫോക്കസ് ഗെറ്റിങ്ങിലാണ്, നോട്ട് ഗിവിങ്. അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഇന്ന കാര്യം വേണം, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്നേഹിക്കുക. തിരിച്ചും വരാം കേട്ടോ. ഉദാഹരണത്തിന്, എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അവന് സർപ്രൈസസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. സർപ്രൈസ് കൊടുക്കുമ്പോൾ മറ്റേയാൾ സർപ്രൈസ് ആയില്ലെങ്കിൽ അവൻ ഫീൽ ആവും, അവന് സങ്കടം വരും, അവന് പ്രശ്നമാണ്. പക്ഷെ മറ്റേയാൾ സർപ്രൈസ് ആയി കഴിഞ്ഞാൽ അവൻ ഓക്കെയാണ്. അപ്പം ആ ഒരു വ്യക്തിക്ക് നമ്മൾ സർപ്രൈസ് കൊടുക്കും, അവനെ പോലെ ഒരു വ്യക്തിയാണെന്ന് വയ്ക്കുക. നമ്മൾ സർപ്രൈസ് കൊടുക്കുമ്പോൾ മറ്റേയാൾക്ക് സർപ്രൈസ് ആവണം. അപ്പോഴും ടു ഗെറ്റ് സംതിങ്, അതായത് ആ ഒരു മുഖത്തെ സന്തോഷം അല്ലെങ്കിൽ സർപ്രൈസ് കാണുന്നത് ഇയാൾക്ക് ഒരുപാട് പ്ലഷർ ഉണ്ടാക്കും. അത് കിട്ടിയില്ലെങ്കിലും പ്രശ്നമാണ്. സോ ജസ്റ്റ് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടും ടു ഗെറ്റ് സംതിങ് ആണ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ റിലേഷൻഷിപ്പിൽ വരുന്നത് തന്നെ. ഞാനൊരു കാര്യം പറയട്ടെ, എപ്പോഴും മറ്റേയാളുടെ ഇമോഷൻസ്, മറ്റേയാളുടെ പോകുന്ന സാഹചര്യങ്ങൾ, ഇതെല്ലാത്തിൻ്റെ ഒരു ആവറേജ് ആയിരിക്കും മറ്റേയാൾ നമുക്ക് തരുന്ന റിയാക്ഷൻ. അത് നമ്മൾ ചെയ്യുന്ന കാര്യത്തിനുള്ള റിയാക്ഷൻ തന്നെ ആവണമെന്നില്ല. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പിക്നിക്കിന് പോണ ഒരാൾക്ക് മഴ പെയ്തു കഴിഞ്ഞാൽ അയാൾക്ക് ഭയങ്കര ഒരു നെഗറ്റീവ് ഇമോഷനായിരിക്കും ഉണ്ടാകുന്നത്. പക്ഷെ ഒരു ഫാമറിന് മഴ കാണുമ്പോൾ ഒരുപാട് സന്തോഷമായിരിക്കും ഉണ്ടാകും.
അതുപോലെയാണ്. ഇനി അതുപോലെ തന്നെ നമ്മൾ വളരെ സങ്കടപ്പെട്ട് വിഷമിച്ച് എന്തെങ്കിലും പ്രശ്നം പറ്റിയിട്ട് നമ്മൾ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യുമ്പം ഒരു സീനറി കാണുന്നെങ്കിൽ നമ്മളെ സീനറി ശ്രദ്ധിക്കത്ത് പോലുമില്ല. പക്ഷെ തിരിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കര ഹാപ്പി ആൻഡ് പീസ്ഫുൾ നല്ല ഒരു മൂഡാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷം, ആ ഒരു വ്യൂ ഒക്കെ നമുക്ക് ഒരുപാട് എൻജോയബിൾ ആയിട്ട് നമുക്ക് തോന്നും. ഒരേ മഴ തന്നെ ചിലപ്പം നശിച്ച മഴയെന്നും ചിലപ്പോൾ വളരെ സൗന്ദര്യമുള്ള മഴ നമുക്ക് തോന്നുന്നത് എല്ലാം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്ന ഇൻസൈഡ് അസ് ആണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെയാണ് ഏതെങ്കിലും ഒരു പോയിന്റിൽ തീർച്ചയായിട്ടും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യം മറ്റേയാളെ തരാതിരിക്കും. അത് സ്വാഭാവികമാണ്, അങ്ങനെ തന്നെയേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഫീൽ ആവാനും സങ്കടപ്പെടാനും നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും മിസറി ആയിരിക്കും. ഒരു സ്റ്റെപ്പ് ഫർദർ പോവുകയാണെങ്കിൽ ഞാൻ പറയുന്നത് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ മാരേജ് ഇതൊന്നും ടു ഗെറ്റ് സംതിങ് ആവരുത്. ഇറ്റ്സ് ജസ്റ്റ് എ കോൺട്രാക്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനപ്പുറത്തേക്കൊന്നും ഞാൻ അതിന് കൊടുക്കുന്നില്ല. ഓഫ് കോഴ്സ് നമുക്ക് പ്ലഷേഴ്സ് കിട്ടും, ഫൈൻ. ചില സമയത്ത് പ്ലഷേഴ്സ് കിട്ടത്തില്ല, ഫൈൻ. ബട്ട് നമ്മൾ ആ വ്യക്തിയിൽ അല്ലെങ്കിൽ ആ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ആക്ഷൻ ആ വ്യക്തി തരുന്ന റിയാക്ഷനുകളിലൊന്നും നമ്മൾ നമ്മുടെ ഹാപ്പിനെസ് വെക്കരുത്. ഓക്കെ, അതൊക്കെ നിങ്ങൾ എൻജോയ് ചെയ്തോളൂ, എൻജോയ് ചെയ്യുന്നതിന് ഞാൻ ഒന്നും പറയത്തില്ല. പക്ഷെ അതുണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആവുള്ളൂ, അതില്ലെന്നുണ്ടെങ്കിൽ എനിക്ക് വിഷമമാണ്, അതില്ലെങ്കിൽ ഇങ്ങനെയാണ് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിഷമിക്കാൻ മാത്രമേ സമയം ഉണ്ടാവത്തുള്ളൂ. പലരും പറയാറുണ്ട് അടി എന്ന് പറഞ്ഞാൽ സ്നേഹം ഉള്ളിടത്ത് മാത്രമേ അടിയുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് സ്നേഹം എന്ന് പറയുന്ന സംഭവത്തിന് ഒരു ഓപ്പോസിറ്റ്സും ഇല്ല. സ്നേഹം എന്ന് പറഞ്ഞാൽ സ്നേഹം മാത്രമാണ്, അതെപ്പോഴും സ്നേഹം മാത്രമാണ്. ഇറ്റ് ഈസ് സംതിങ് ടു ബി വിതിൻ അസ്. അത് നമ്മളുടെ ഉള്ളിലുള്ളൊരു സംഭവമാണ്. അത് പുറത്തൊരു വ്യക്തിക്കോ പുറത്തൊരു സംഭവത്തിനോ നമുക്ക് തരാൻ പറ്റുന്ന സാധനമല്ല ഈ ഒരു ഹാപ്പിനെസ്. ഹാപ്പിനെസ് ഈസ് വിതിൻ അസ്. നമ്മുടെ ഉള്ളിൽ ഹാപ്പിനെസ് ഉണ്ടെങ്കിൽ നമ്മൾ ഒരാൾ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ സ്നേഹമായിരിക്കും അങ്ങോട്ട് ഒഴുകുന്നത്.